പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരുടെ ചില വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഏത് മതേതര മനുഷ്യർക്കും ഉൾക്കിടലമുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു അതിലുള്ളത്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള സംഖ്യനുണകൾ ക്രിസ്ത്യാനികൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് ആ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനാകും. ഇതിനു മുൻപ് അതിഭീകരമായ ക്രിസ്ത്യൻ പോളറൈസേഷൻ കണ്ടത് തൃശൂരിലായിരുന്നു. UDFന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അപ്പാടെ ബി.ജെ.പിയുടെ വോട്ട് പെട്ടിയിലായത് സുരേഷ് ഗോപിയുടെ താരപരിവേഷം കണ്ടിട്ടായിരുന്നില്ല. സംഘപരിവാർ ആസൂത്രിതമായി നടപ്പിലാക്കിയ ധ്രുവീകരണത്തിന്റെ പരിണിത ഫലമായിരുന്നു. മുസ്ലിം ക്രിസ്ത്യൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുക എന്നതൊരു ആസൂത്രിത സംഘപരിവാർ അജണ്ടയായിരുന്നു. അത് സംഘപരിവാർ നടപ്പിലാക്കുകയും അതിൽ നേട്ടം കൊയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ നേട്ടമാണ് തൃശൂരിൽ നമ്മൾ കണ്ടതും. സംഘപരിവാറിന്റെ വംശഹത്യ പ്രത്യയശാസ്ത്രമോ വംശഹത്യ ചെയ്യപ്പെടേണ്ട വിഭാഗങ്ങളിലെ രണ്ടാം വിഭാഗക്കാരാണ് തങ്ങൾ എന്നതോ സംഘപരിവാർ മണിപ്പൂരിലടക്കം ക്രിസ്ത്യാനികൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയോ സംഘപരിവാറിന്റെ ക്രിസ്ത്യൻ വേട്ടയുടെ ചരിത്രമോ യാതൊന്നും കേരളത്തിലെ ക്രിസ്ത്യാനികളെ അലോസരപ്പെടുത്തുന്നില്ല എന്നത് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംഘപരിവാർ തങ്ങളോട് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ അനീതികൾ യാതൊന്നും ക്രിസ്ത്യാനികൾക്കുള്ളിലെ മുസ്ലിം വെറുപ്പിന്റെ മുകളിലേക്കല്ല. ഈ ധ്രുവീകരണത്തിന്റെ അനന്തരഫലം എന്തായി തീരുമെന്ന് കണ്ടറിയേണ്ടി വരും. കേരളത്തിലെ രണ്ട് പ്രബല മതവിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം വിദ്വേഷം ആളിക്കത്തിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒട്ടും ചെറിയ ഒരു കാര്യമല്ല. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ ആസൂത്രിതമായി മുസ്ലിം വെറുപ്പ് ഇഞ്ചക്ട് ചെയ്ത മതപരമായ ധ്രുവീകരണത്തിലൂടെ കേരളത്തെ ഒരു ദുരന്ത ഭൂമിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഉത്തരവാദിത്തമുള്ളത്. ഓരോ മനുഷ്യർക്കും ഈ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഒരു ചെറിയ കളിയൊന്നുമല്ല. ഈ ദുരന്തത്തിന്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക മുസ്ലിങ്ങൾ മാത്രമാകില്ല. ഓരോ മനുഷ്യരും ഈ മഹാദുരന്തത്തിന്റെ ഇരകളായി തീരും എന്നത് സത്യമാണ്. കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുന്നതിൽ സംഘപരിവാർ പൂർണ്ണമായി വിജയിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യത്തോടിരുന്ന കാലം വരെ അതിന് സംഘപരിവാറിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ക്രിസ്ത്യാനികളെ ഗുണകരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവും കോൺഗ്രസിനുള്ളിൽ ഇല്ല എന്നതും ഈ മഹാദുരന്തത്തിന്റെ ആഴം കൂട്ടുന്നു. മറ്റൊന്ന്, UDF ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിന് നേരെയുള്ള CPIMന്റെ ആക്രമണം വരുത്തിവെക്കുന്ന അപകടത്തിന്റെ ആഴവും ചെറുതല്ല. മേലും കീഴും നോക്കാതെ താൽക്കാലിക ലാഭം നോക്കിയുള്ള വിമർശനങ്ങൾ വൻ ധ്രുവീകരണങ്ങൾക്കാണ് കാരണമാകുന്നത് എന്ന യാഥാർത്ഥ്യം ഇടതുപക്ഷവും മനസ്സിലാക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിച്ചോണമെന്ന്.